തമിഴ് താരം വിജയകാന്ത് അന്തരിച്ചു. ചെന്നൈയിലായിരുന്നു അന്ത്യം. ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു. തമിഴ്നാട്ടിൽ പ്രധാന രാഷ്ട്രീയ കക്ഷിയായ DMDK സ്ഥാപകനാണ്. വിനയ് ഉണ്ണി ചേരുന്നുണ്ട്. വിനയ്, ദീർഘനാളായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ നഷ്ടം വളരെ വലുതാണ്. സിനിമയ്ക്കും രാഷ്ട്രീയത്തിനും പൊതുരംഗത്തിനും ഒക്കെ. എങ്ങനെയാണ് അന്ത്യം സംഭവിച്ചത്? തുടർന്നുള്ള സംസ്കാര ചടങ്ങുകളെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? മോദി തമിഴ്നാടിന്റെ മുൻ പ്രതിപക്ഷ നേതാവും DMDK സ്ഥാപക നേതാവുമായ നടൻ വിജയകാന്ത് അല്പസമയം മുമ്പാണ് അന്തരിച്ചത്. ചെന്നൈയിലെ മയോട്ട് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നെ ട്രക്കിയോമെട്രി ഉൾപ്പെടെയുള്ള ഓപ്പറേഷൻ ഉൾപ്പെടെ നടത്തി അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതായിരുന്നു. അതിനിടയ്ക്ക് പാർട്ടി സമ്മേളനം വിളിച്ച് അദ്ദേഹത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും സ്ഥാപകൻ അധ്യക്ഷ പദവിയിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രേമലതയാണ് ജനറൽ സെക്രട്ടറി. ഇന്നലെയാണ് അദ്ദേഹത്തിന് വീണ്ടും ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് വീണ്ടും ചെന്നൈയിലെ മയോട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുലർച്ചയോടുകൂടി അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 71 വയസ്സായിരുന്നു. അനാരോഗ്യത്തെ തുടർന്ന് ഏറെ നാളായി രാഷ്ട്രീയ രംഗത്തു നിന്നും പൊതുപ്രവർത്തന രംഗത്തു നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു വിജയകാന്ത്. തമിഴ്നാട്ടിൽ ഏറെ ആരാധകരുള്ള ഒരു നടൻ കൂടിയാണ് വിജയകാന്ത്. ഏറെ അണികളും അദ്ദേഹത്തിന് ഉണ്ട്. ഇടയ്ക്ക് DMDK വളരെ വലിയ ഒരു രാഷ്ട്രീയ ശക്തിയായി തമിഴ്നാട്ടിൽ വളർന്നു വന്നിരുന്നു. 2011 വലിയ രാഷ്ട്രീയ സഖ്യകക്ഷിയെ വരികയും പിന്നീട് തമിഴ്നാട്ടിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയെയും വരികയും ചെയ്തു. ഈ കാലയളവിലാണ് അദ്ദേഹം 2011 തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ചത്. 150-ൽ പരം തമിഴ് ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 10 ചലച്ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിക്കുകയും ചെയ്തു. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കുടിയേറിയ ബലിജ നായിഡു കുടുംബത്തിൽപ്പെട്ട ആളാണ് വിജയകാന്ത്. 52-ൽ ഓഗസ്റ്റിൽ മധുരയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. 80-കളിലും അവസാനത്തിലാണ് അദ്ദേഹം തമിഴ്നാട്ടിലെ തമിഴ് സിനിമകളിൽ സജീവമായത്. 90-കളിലും മറ്റും രജനീകാന്തിനും കമൽഹാസനും ഒപ്പം വലിയ രീതിയിൽ തന്നെ നായക പദവിയിലും അദ്ദേഹം എത്തിയിരുന്നു. ജനകീയ നായക പദവി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. 79-ൽ പുറത്തിറങ്ങിയ ഇനിക്കും ഇളമയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചലച്ചിത്രം. പിന്നീട് ചട്ടം ഒരു ഇരുട്ടുതുറൈ എന്ന ഹിറ്റ് ചലച്ചിത്രത്തിലൂടെ അദ്ദേഹം തമിഴ് ചലച്ചിത്രത്തിലെ ക്യാപ്റ്റൻ എന്നുള്ള ഒരു പദവിയിലേക്ക് എത്തി. ക്യാപ്റ്റൻ പ്രഭാകരൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അതായത് ചട്ടം ഒരു ഇരുട്ടുതുറൈ എന്ന ചലച്ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ നായക വേഷത്തിൽ അഭിനയിച്ചത്. തുടർന്നാണ് അദ്ദേഹം ക്യാപ്റ്റൻ വിജയകാന്ത് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. 2005-ലാണ് അദ്ദേഹം ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം അഥവാ DMDK പാർട്ടി രൂപീകരിച്ച സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. 2011 മുതൽ 16 വരെ അദ്ദേഹം തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവായും സേവനമനുഷ്ഠിച്ചു. 2006-ലും 2011-ലും അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പിന്നീട് അതിനുശേഷമാണ് അദ്ദേഹം തുടർച്ചയായ പരാജയങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിച്ചത്. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിലും സിനിമയിലും വളരെയധികം സ്വാധീനം ചെലുത്തിയ തമിഴ്നാടിന്റെ തന്നെ ജനകീയനായ ഒരു നേതാവിനെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കോവിഡ് ബാധിച്ച് ആണ് അദ്ദേഹത്തിന്റെ മരണം. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണെന്ന് പിന്നീട് പാർട്ടി അറിയിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെയധികം വലിയൊരു നഷ്ടം തന്നെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിനും ഒപ്പം സിനിമയ്ക്കും സംഭവിച്ചിരിക്കുന്നത്. മോദി. ശരി വിനയ് ഉണ്ണി, വളരെ പ്രശസ്തരായ ഒരു സിനിമാ താരവും രാഷ്ട്രീയ നേതാവും ഒക്കെയായ അദ്ദേഹത്തിന്റെ അന്ത്യം തീരാ നഷ്ടം തന്നെയാണ്.